ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1 മന്ത് ആയി കണ്ടിട്ട്. അത് പറയും മുന്നേ തന്നെ ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയി. കഴിഞ്ഞ നവംബർ 14 ആയിരുന്നു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. 1 ഇയർ ആയി കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു യൂട്യൂബ് ജേർണി എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇയറിൽ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി 900 എബോവ് ഫാമിലി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫാമിലി മെമ്പേഴ്സും കൂടെ മതി നമുക്ക് 1K അടിക്കാൻ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ കുറച്ച് പേര് പേഴ്സണലി നിങ്ങൾ കമന്റ് പറഞ്ഞില്ലെങ്കിൽ, കമന്റിൽ ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എനിക്ക് പേഴ്സണലി വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് ഒഫീഷ്യലി ഒരു പേജ് ഉണ്ട് ഇൻസ്റ്റയിൽ. അത് ഞാനിവിടെ അബൌട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. ഞാൻ ബിസി അല്ലാതുണ്ടെങ്കിൽ റിപ്ലൈ തരുന്നിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഒരു പേജ് ഉണ്ട് ഒഫീഷ്യലി. ആ പേജും ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്ക്, അതിലും കയറി നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ട. എന്തായാലും നിങ്ങൾ കമന്റിലൂടെ പറയൂ. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലി ഇതിൽ അയച്ചായിരുന്നാലും മതി, ഇൻസ്റ്റയിലായിരുന്നാലും മതി. എനിക്ക് ഒരു കാര്യം കൂടെ പറയണം. എന്നെ കുറിച്ച് കൂടുതലായിട്ട് കുറെ പേർക്ക് അറിയത്തില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അതിനെ കുറിച്ച് വീഡിയോ ചെയ്യണോ വേണ്ടതെന്നും കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മറുപടി പറയുന്നില്ല ഗൈസ്. എന്തെങ്കിലും ഒന്ന് പറയൂ, കമന്റിലൂടെ പറയൂ. വേണോ വേണ്ടേ? നിങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എന്താണ്, ഞാൻ ഈ ഒരു 1 മന്ത് ഇവിടെ ഇല്ലാതിരുന്നതിന്റെ റീസൺ, ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തില്ലായിരുന്നു, ചേച്ചിയുടെ വീട്ടിലായിരുന്നു, കൊല്ലത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ലോങ് വീഡിയോസ് എല്ലാം കുറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടു. കാരണം പെഡിക്യൂറിന്റെ വീഡിയോ നല്ലതായിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അപ്പൊ അതുപോലെ ഉള്ള DIY വീഡിയോസ് ഒക്കെ ഇനി വരുന്നതായിരിക്കും. പിന്നെ എന്തായിരുന്നാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് ലോങ് ആക്കുന്നില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, എന്റെ വീഡിയോ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ എന്താ പറയാ, ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങി റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എല്ലാരും ഇപ്പൊ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഫാർമസി പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്തെങ്കിലും ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ ഹോം റെമഡിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്നാണ് എനിക്ക് എന്തെങ്കിലും എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഞാനും കൂടെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റ് 1 മന്ത് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഗൈസ്. ട്രസ്റ്റ് മീ, അത്ര സൂപ്പർ ആയിട്ടുള്ള സാധനമാണ്. അത്രയും നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. കാരണം ഞാൻ റെഗുലർ ആയിട്ട് 1 മന്ത് ചെയ്തപ്പോഴത്തേക്കും, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടാക്കി. അത് സീരിയസ്ലി അത്രയും എനിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, എനിക്ക് ചേഞ്ച് ഉണ്ടോ എന്ന്. കാരണം എനിക്ക് ഈ ഒരു പോർഷനിൽ നന്നായിട്ട് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഈ എന്താ പറയാ, പിമ്പിൾസിന്റെ സ്പോട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ചേഞ്ച് എനിക്ക് ഉണ്ടായി. സത്യം പറയല്ലോ, എനിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ട്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പുറത്ത് പോകുമ്പോഴേ, അല്ലാതെ എന്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഒരു വീഡിയോക്ക് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടത്തെ ഈ ബ്ലാക്ക് മാർക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സീരിയസ്ലി 1 മാസം ഞാൻ യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ വന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാം. കാര്യം ഞാനിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ.
ഒരു മാസമെങ്കിലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം നന്നായിട്ട് എനിക്ക് ചേഞ്ച് ഉണ്ടായി. കാരണം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരുപാട് യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ മാറുന്ന നല്ലൊരു ക്രീമാണ്. അപ്പൊ ഈ ക്രീം ഏതാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവാണ് ഗൈസ്. വേറൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ അല്ലെന്ന് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ യൂസ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഫാർമസി പ്രോഡക്റ്റ് തന്നെയാണ്. ഗ്ലൈക്കോ 6 എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര്. അപ്പൊ എല്ലാവർക്കും അറിയാം ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് എല്ലാവരും കോമൺ ആയി. ഗ്ലൈക്കോളിക് ആസിഡ് മാത്രമല്ല, റെറ്റിനോൾ, അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. അതുപോലെ ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഗ്ലൈക്കോ 6 ആണ് 6% ആണ് ഞാൻ മേടിച്ച് യൂസ് ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് കൊള്ളത്തില്ല, ശരിയാവത്തില്ല, ഞാൻ ഇതിന് നെഗറ്റീവ് എന്താ പറയുക, ഇത് എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പലർക്കും ഇതിനെ പറ്റി അറിയത്തില്ല. ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാ ഗൈസ്, ഞാൻ ഇത് എന്താ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതിലേറെ കയറി ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്ത് തീർന്നു ഈ സാധനം. കാരണം നല്ല സ്മെല്ലുമാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ യൂസ് ഞാൻ എന്തായാലും പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട നൈറ്റിലാണ്. രാത്രി നമുക്ക് കിടക്കും മുന്നേ നമ്മൾ ഈ ഒരു ക്രീം എടുക്കുക. കുറച്ചെടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് വാരി തേക്കരുത്. ഞാൻ ആദ്യമേ പറയാം, ഫേസ് ഫുള്ളായിട്ട് വാരി തേക്കരുത്. നമുക്ക് എല്ലാവർക്കും എല്ലാ ജെൻഡേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഡാർക്ക് സ്പോട്ട് ഉള്ള ഭാഗത്ത് മാത്രം തേക്ക്. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മോർണിംഗ് പുറത്തൊക്കെ പോകാൻ നേരത്ത് മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലരിത് നല്ല പോലെ പൂശി വെച്ചാൽ നിങ്ങൾക്ക് ഇരട്ടി പണി കിട്ടും. അതും കൂടെ ഞാൻ പറയാം. ഓരോന്നുമല്ല, നമ്മുടെ സ്കിന്ന് പീലാവും. ഇതിന്റെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്ന് പീലാവുകയാണ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അപ്പോ എന്താണ്, നമ്മൾ ഈ പ്രോഡക്റ്റ് എത്ര ദിവസം നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കാരണം നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യരുത്. നമ്മൾ വീക്കിലി ഒരു 3 days ഒക്കെ അത് യൂസ് ചെയ്യാം. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇട്ട് നോക്കുക, നല്ല അടിപൊളിയാണ്. പിന്നെ ഡെയിലി ഇടരുതെന്ന് പറയാൻ കാരണം നമ്മുടെ സ്കിന്ന് പീലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊള്ളലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ഈ പ്രോഡക്റ്റ് എന്നല്ല, ഏത് പ്രോഡക്റ്റ് ആയിരുന്നാലും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യില്ലെന്ന് പറയാൻ കാരണം നമ്മുടെ സ്കിന്ന് പീലാവും. അത് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ആക്റ്റീവ് ആണ്. അപ്പൊ ആക്റ്റീവ് ആയതുകൊണ്ട് ഇത് കൂടാതെ ഇത് എക്സ്പോളിയേറ്റും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.